ഭാഗം 56. ഞാൻ രവീന്ദ്രന് നേരെ 2 വാക്ക് പറഞ്ഞു. എൻ്റെ പേരിൽ അർച്ചനയെ മാനസികമായി വേദനിപ്പിക്കരുത്. അത് എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഞാൻ വരും. നിങ്ങളോട് ഒരംഗത്തിനല്ല, ഇവളെ കൂടെ കൂട്ടാൻ. ഇപ്പോൾ ഞാൻ പോകുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും അയാൾ എൻ്റെ പിന്നാലെ ഇറങ്ങി. അവൾ തടഞ്ഞു. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അച്ഛാ, പവിയേട്ടൻ ഇവിടേക്ക് വന്നത് തനിച്ചാണ്. അതുപോലെ തിരിച്ചു പോയിക്കൊള്ളും. അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് അവൾ ഭയന്നു. അതാണ് പെണ്ണ്. ഉറച്ച മനസ്സ്, പൊരുതാനുള്ള തൻ്റെ ഇടം, അതെല്ലാം അവൾക്ക് ആ നിമിഷം കൈവന്നിരുന്നു. ഒപ്പം ഞാനുണ്ടെന്ന വിശ്വാസമായിരുന്നു എൻ്റെ അർച്ചനയ്ക്ക്. എൻ്റെയും അവളുടെ ഒന്നിക്കലിൻ്റെ അവസാന എപ്പിസോഡായിരുന്നു ആ കണ്ടുമുട്ടൽ. പ്രണയവും ഒന്നിക്കലും അവസാനിക്കലുമെല്ലാം. അതിനുശേഷം 2-ാം ദിവസം രവീന്ദ്രനെങ്കിൽ എന്നെ കാണാൻ പീരുമേടിന് വന്നു. അയാളുടെ മനസ്സ് ശാന്തമായിരുന്നു. ആ മുഖത്ത് ഒരു സങ്കടത്തിലും ഞാൻ കണ്ടു. കാക്ക കണ്ണോടെ ഞാൻ അയാളെ ചെരിഞ്ഞും മറിഞ്ഞും നോക്കി, ഹരിച്ചും കുണിച്ചും നോക്കി. ഒടുവിൽ എനിക്ക് കിട്ടിയത് വട്ടപൂജ്യം. അയാളെ എൻ്റെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചത് അർച്ചനയുടെ അച്ഛനെന്ന ബഹുമാനം കൊണ്ട് മാത്രമായിരുന്നു. അയാൾ സെറ്റിൽ അമർന്നിരുന്നു. അവളെക്കുറിച്ച് ചോദിക്കാൻ എൻ്റെ മനസ്സ് തുടിച്ചു. ഒടുവിൽ ഞാൻ സ്വയം ഒന്നടങ്ങി. രവീന്ദ്രനെങ്കിൽ എന്നെ കാണാമെന്നത് വെറുതെയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അയാളുടെ ശ്രദ്ധ വേറെങ്ങും ആയിരുന്നു. അങ്കിൽ, വീണ്ടും ഞാൻ വിളിച്ചു. വിശ്വസിക്കാൻ വരട്ടെ. തിരിച്ച് അയാളുടെ മറുപടി ഉണ്ടായി. ഏറെ മൗനത്തിന് ശേഷം അയാൾ സംസാരിച്ചു. അയാളുടെ സംസാരം എന്നെ ഭ്രാന്തനാക്കി. അർച്ചനയ്ക്ക് മറ്റൊരു ജീവിതം, അതും അവളുടെ സമ്മതമില്ലാതെ. അയാളെ പറയാൻ ഞാൻ അനുവദിച്ചു. അയാൾ തുടങ്ങിയിട്ടു, നീ അവളെ മറക്കണം അങ്കിൽ. ഈ ജന്മത്ത് അത് സാധ്യമല്ലെങ്കിൽ അതിന് നിങ്ങൾ എന്നെ കൊല്ലണം. എന്നെ മറന്ന് അവൾ ജീവിക്കുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? അവൾക്കതിന് കഴിയുമടാ. അത് കാലങ്ങളോളം അവളെ നിങ്ങൾക്ക് കണ്ട വിശ്വാസം. പക്ഷേ ആ വിശ്വാസം അല്ല അവൾക്ക് എന്നോടുള്ളത്. പക്ഷേ നീ അവിടെ ഉണ്ടാവരുത്. അയാളുടെ ശാന്തമായ മുഖപടലം മാഞ്ഞു തുടങ്ങി. തുടരും.